ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ കഥയാണ്. ഒരു അമ്മയുടെ ജോലി ചെയ്യുമ്പോഴുള്ള വിഷമം തീർക്കാനായി ഒരു മകൻ തുടങ്ങിയ ഒരു ചെറിയ ഇൻവെൻഷനിൽ നിന്നാണ് ഈ കമ്പനി തുടങ്ങുന്നത്. എന്നാൽ ഇന്ന് ഈ കമ്പനി ഭൂമിയിൽ നിന്നും മനുഷ്യൻ ചന്ദ്രനിലേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കമ്പനിയുടെ കഥയിലേക്ക് പോകാം. അപ്പോൾ കഥ തുടങ്ങുന്നത് 1867 ജപ്പാനിലെ കൊസായ് എന്ന് പറയുന്ന നഗരപ്രദേശത്താണ്. അവിടെയാണ് സക്കീച്ചി എന്ന് പറയുന്ന നമ്മുടെ കഥയിലെ നായകൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പേര് ഞാൻ പറയുന്നില്ല, കാര്യം അതൊരു സസ്പെൻസാണ്. അങ്ങനെ സക്കീച്ചി തൻ്റെ അച്ഛൻ്റെ കൂടെ കാർപ്പൻട്രി വർക്കുകളൊക്കെ ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ വളരെ മിടുക്കനായി പഠിക്കുകയും ഒരുപാട് വായിക്കുകയും ചെയ്യുന്ന ശീലം സക്കീച്ചിക്കുണ്ടായിരുന്നു. സക്കീച്ചിക്ക് തൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ അച്ഛൻ്റെ കൂടെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സക്കീച്ചി തൻ്റെ അമ്മയുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാനും അമ്മയുടെ അടുത്ത് വർത്തമാനങ്ങളൊക്കെ പറയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. പക്ഷേ വീട്ടിലെത്തുന്ന സക്കീച്ചി കാണുന്നത് ഒരു കൈത്തറി മെഷീനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയാണ്. കാര്യം അച്ഛൻ കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നു, അമ്മ കൈത്തറി വർക്ക് ചെയ്യുന്നു. പക്ഷേ കൈത്തറി അന്ന് കംപ്ലീറ്റ്ലി മാനുവലാണ്. ഈ നൂല് ചുറ്റുന്നതും ടെക്സ്റ്റൈൽ പോലെ അതൊക്കെ ചെയ്യുന്നതും എല്ലാം തന്നെ മാനുവൽ വർക്കാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേണം. അപ്പോൾ ചെയ്തു കൊടുത്ത പണി കംപ്ലീറ്റായിട്ട് തീർക്കാനാവാതെ അമ്മ ദിനരാത്രം ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സക്കീച്ചിക്ക് അത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. അപ്പോൾ സക്കീച്ചിക്ക് തനിക്കറിയാവുന്നുള്ള കാർപ്പൻട്രി സ്കിൽസൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും അമ്മയുടെ കഷ്ടപ്പാട് തീർക്കാനായിട്ട് ഒരു കൈത്തറി മെഷീൻ ഉണ്ടാക്കണം, കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ഡിസൈനുള്ള ബെറ്റർ ആയിട്ടുള്ളൊരു കൈത്തറി മെഷീൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സക്കീച്ച് തൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. അച്ഛാ, ഇതുപോലെ അമ്മയെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, ഈ മെഷീൻ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു മെഷീൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും, നമുക്കതിന് ശ്രമിച്ചുകൂടെ എന്നൊക്കെ അച്ഛനെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നത്, ഈ നാട്ടിലുള്ള എല്ലാവരും അങ്ങനെയല്ലേ ജോലി ചെയ്യുന്നത്, നമ്മളിപ്പോൾ പുതുതായിട്ട് എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു അപ്രോച്ചായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛൻ വലിയതായിട്ട് സക്കീച്ചി സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതൊന്നും സക്കീച്ചിയെ തളർത്തുന്നില്ല. അദ്ദേഹം വളരെ ഒരു വലിയ അഗ്രസീവ് നേച്ചറോടുകൂടി അതിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സക്കീച്ചി ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള, ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, നേരത്തെ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൂം മെഷീൻ ഡിസൈൻ ചെയ്തു, ഒരു കൈത്തറി മെഷീൻ ഡിസൈൻ ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മ ഭയങ്കര ഹാപ്പി. അപ്പോൾ ഇതോടൊപ്പം സക്കീച്ചി ഇതിൻ്റെ കൂടെ എല്ലാം വളർന്നുണ്ടായിരുന്നു. അങ്ങനെ 1885 അല്ലെങ്കിൽ 1880 കഴിഞ്ഞപ്പോൾ ജപ്പാനിൽ ശരിക്കും ഷോഗൺ ഭരണം, നൂറ്റാണ്ടുകൾ നീണ്ടുന്ന ഷോഗൺ ഭരണം മാറി മീജി ഭരണകൂടം വരുമായിരുന്നു. അപ്പോൾ അതാണ് ശരിക്കും ജപ്പാൻ്റെ, മോഡേൺ ജപ്പാൻ്റെ ഒരു ഉത്ഭവ കാലഘട്ടമായി അല്ലെങ്കിൽ ഒരു ബിഗിനിങ്ങായി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ട്രാൻസിഷൻ പീരീഡായിരുന്നു. അങ്ങനെ ആ മീജി ഭരണകൂടം ഒരുപാട് നമ്മുടെ കണ്ടുപിടുത്തക്കാരുടെയും ഒരുപാട് ഇന്നോവേഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഇൻവെൻറ്റേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണകൂടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പുതിയ പുതിയ നിയമങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ സക്കീച്ചി മനസ്സിലാകുന്നു പേറ്റൻ്റ് നിയമം എന്താണെന്ന് മനസ്സിലാകുന്നു. പേറ്റൻറ്റ് മോണോപോളി ആക്ട് എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹം എല്ലാ പത്രങ്ങളും മാഗസീൻസും എല്ലാം വായിക്കുന്നത് മാത്രമല്ല, ആ ഗ്രാമത്തിലുള്ള, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അവിടെയുള്ള കുട്ടികൾക്കെല്ലാം തന്നെ ഈ അറിവെല്ലാം അദ്ദേഹം പകർന്നു നൽകുമായിരുന്നു. അതുപോലെ തന്നെ ഈ കിട്ടുന്ന അറിവെല്ലാം ഉപയോഗിച്ച് തനിക്കെന്ത് ചെയ്യാൻ സാധിക്കും, തനിക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ ജീവിതത്തിനെ മാറ്റാനായിട്ട്, തനിക്കെന്ത് ബെറ്റർ ആക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് സക്കീച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചെറിയ ചെറിയ പ്രോജക്റ്റുകളൊക്കെ ഗ്രാമത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. അതിലെല്ലാം ഗ്രാമീണവാസികൾക്ക് ഭയങ്കര സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മയ്ക്ക് ആദ്യത്തെ കൈത്തറി മെഷീൻ കൊടുത്തതോടൊപ്പം തന്നെ ഒരു നല്ല മെഷീൻ കൂടെയാണ് അന്ന് സക്കീച്ചി ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിന് ആൾക്കാർ മാർക്കറ്റിൽ വന്നു കൂടി, ആൾക്കാർ ആ സാധനം വാങ്ങണമെന്നുള്ള താല്പര്യത്തോടെ വന്നു കൂടി. അങ്ങനെ ടൊയോഡ ലൂം വർക്ക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് കാർ കമ്പനിയുടെ പേര് പിടികിട്ടി കാണും. അപ്പോൾ നമ്മൾ പറയുന്ന വ്യക്തിയുടെ പേര് സക്കീച്ചി ടൊയോഡയാണ്, കാർ കമ്പനിയുടെ പേര് ടൊയോട്ട. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആ ടൊയോട്ടയുടെ കഥയിലേക്കാണ്. അപ്പം ഈ ഡിസൈൻ ചെയ്യുന്ന ഈ കൈത്തറി മെഷീന് നല്ല വരുമാനമൊക്കെ ആയി, നല്ല വിൽപ്പനയൊക്കെ ആയി, ആൾക്കാർ വരുന്നുണ്ട്, സാധനം വാങ്ങുന്നുണ്ട്. അപ്പോൾ സക്കീച്ചിക്ക് സന്തോഷം. പക്ഷേ സക്കീച്ചി അതുകൊണ്ടൊന്നും, സക്കീച്ചിക്ക് ധനം ഉണ്ടാക്കുക അല്ലെങ്കിൽ കാശുണ്ടാക്കുക എന്നുള്ളതല്ല. സക്കീച്ചിക്ക് ആത്മാർത്ഥമായും ഉള്ളിൽ നിന്നും എങ്ങനെ കാര്യങ്ങൾ ബെറ്റർ ആക്കാം, നമുക്കൊന്ന് എങ്ങനെ ബെറ്റർ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ കാര്യങ്ങൾ ബെറ്ററായി ഡിസൈൻ ചെയ്യാം, ഇതൊക്കെയായിരുന്നു സക്കീച്ചിയുടെ ഒരു തോട്ട് പ്രോസസ്സ്. അങ്ങനെ അദ്ദേഹം ഈ കൊടുത്ത ലൂമിനെ വീണ്ടും ബെറ്റർ ആക്കാനായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ 1894 ഒരു കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു വൈൻഡിങ് മെഷീൻ അദ്ദേഹം കണ്ടുപിടിക്കും. ഈ നൂല് പിന്നെ ചുറ്റി
ആക്കാനുള്ള ഒരു മെഷീൻ അദ്ദേഹം കണ്ടുപിടിക്കുന്നു. വീണ്ടും അതിന് നല്ല ഡിമാൻഡ് കൂടുന്നു. ഇതിനിടയ്ക്ക് തുടങ്ങിപ്പോയ ചില സംരംഭങ്ങളൊക്കെ ഒന്ന് പാളിപ്പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും സഖീജിയെ തളർത്തുന്നില്ല. സഖീജി വളരെ ശക്തനായി തൻ്റെ ലക്ഷ്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിൽ അദ്ദേഹം മനസ്സിലാക്കിയൊരു വലിയ കാര്യമെന്ന് പറഞ്ഞാൽ, ഈ വായനകളിൽ നിന്നെല്ലാം അദ്ദേഹം മനസ്സിലാക്കി വെസ്റ്റേൺ സിവിലൈസേഷൻ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അപ്പോൾ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുകയാണ്. ആ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നത് സ്റ്റീം ആവി എൻജിനുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്, അല്ലെങ്കിൽ മെഷീൻസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആ മെഷീനുകളെല്ലാം പ്രവർത്തിക്കുന്നത് ആവി കൊണ്ടാണ്. ആ ആവിയെ എങ്ങനെ മാറ്റി ഒരു നോർമൽ പവർ സോഴ്സ് ആക്കാൻ പറ്റും? കാരണം ആവി ഉണ്ടാക്കണമെങ്കിൽ കൽക്കരി വേണം, കൽക്കരി എക്സ്പെൻസീവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആംഗിളിലാണ് സഖീജി ചിന്തിച്ചിരുന്നത്. അപ്പോൾ അടുത്ത ലക്ഷ്യമായി ഓരോരോ സ്റ്റെപ്പുകൾക്ക് പേർ കയറി പോകുമ്പോഴും സഖീജി കണ്ടിരുന്നത് ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു പവർ ലൂം കണ്ടുപിടിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് സഖീജി വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സഖീജി ടൊയോഡോ ഓട്ടോ ലൂം വർക്ക്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. പക്ഷേ 1909 ആകുമ്പോൾ ചില ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നു. 1910 ആകുമ്പോൾ സഖീജി തന്നെ പറയുന്നു, ഞാനൊരു ജാപ്പനീസ് മനുഷ്യനാണ്, എനിക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, ഞാനിനി ഈ കമ്പനി തുടരില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ റിസൈൻ ചെയ്ത് വെളിയിൽ പോകുന്നു. അദ്ദേഹം വീണ്ടും തൻ്റെ റിസർച്ചും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഇതോടൊപ്പം തന്നെ സഖീജി അമേരിക്കയിലൊക്കെ ഒന്ന് സഞ്ചരിച്ച് വരുന്നു. UK-യിലും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഒന്ന് സഞ്ചരിച്ച് വരുന്നു. അവിടെയൊക്കെ എങ്ങനെയാണ് ലൂം വർക്ക് ചെയ്യുന്നത്, അവിടേക്കുള്ള മെഷീൻസിൻ്റെ ക്വാളിറ്റി എത്രയാണ്, താൻ ഉണ്ടാക്കിയ മെഷീൻ നല്ലതാണോ, അവരോരൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ അറിയാനായിരുന്നു സഖീജിയുടെ ഒരു ലക്ഷ്യം. പക്ഷേ സഖീജി ഞെട്ടിപ്പോയി. കാര്യം, താൻ ഉണ്ടാക്കിയ മെഷീൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനേക്കാൾ എത്രയോ മടങ്ങ് ബെറ്റർ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു, വീണ്ടും തന്നെ മെഷീൻ ബെറ്റർ ആക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 1924 ജപ്പാനിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമാറ്റിക് പവർ ലൂം ടൊയോഡ ലൂം വർക്ക്സ് ക്രിയേറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് ജി പവർ ലൂം എന്നാണ് പറഞ്ഞത്. അതൊന്ന് ലോകത്തൊട്ടാകെ തന്നെ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു മെഷീനായിരുന്നു. മാജിക് ലൂം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ഒരു ഇടപെടലും കൂടാതെ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ വളരെ പെട്ടെന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനായിരുന്നു, കൈത്തറിയായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ നെയ്ത്തുകാർ ചെയ്യുന്ന വർക്ക് മുഴുവൻ ഈ മെഷീൻ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അങ്ങനെ അതിന് വലിയ സ്വീകാര്യത ലോകത്ത് എമ്പാടും കിട്ടി. അങ്ങനെ ഈ മെഷീൻ വന്നു, കമ്പനി ഭയങ്കര സക്സസ്ഫുള്ളായി. അങ്ങനെ 1929 ആയപ്പോൾ വീണ്ടും പിന്നെ സഖീജി തൻ്റെ ഭാര്യയും കൂട്ടി യൂറോപ്പും UK ഒക്കെ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന് സഞ്ചാരവും കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനും കൂടുതൽ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതിനും ഓരോ രാജ്യത്തും എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയാനൊക്കെ അതിഭയങ്കരമായ ആഗ്രഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം പോകുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലെല്ലാം കാറുകൾ വളരെ പോപ്പുലറായി വരുന്നത്. അപ്പോൾ കാറുകൾ പോപ്പുലറായി. അപ്പോൾ അന്ന് ജപ്പാനിൽ സ്വന്തമായിട്ട് കാർ ആരും ഡെവലപ്പ് ചെയ്തിട്ടില്ല. സഖീജി അവിടെ ചെല്ലുന്നു, സഖീജി കാറുകളൊക്കെ കാണുന്നു. അപ്പോൾ സഖീജിക്ക് മനസ്സിലാവുന്നു തൻ്റെ ലൂം വർക്കിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ സ്വന്തമായ ഒരു കാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടേക്കാണ് താൻ തൻ്റെ കമ്പനി ഇനി കൊണ്ടുപോകേണ്ടത് എന്ന് ആ മഹത് വ്യക്തിക്ക് മനസ്സിലാവുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം ചെയ്തത് ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. കാര്യം, ആ ലൂം വർക്ക്സിന് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പാറ്റൻറ്റുകളും എടുത്ത് ഒരു ബ്രിട്ടീഷ് കമ്പനിക്ക്, അദ്ദേഹം പ്ലാറ്റ് ആൻഡ് കോ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക്, പ്ലാറ്റ് ബ്രദേഴ്സ് ആൻഡ് കോ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് മൊത്തമായി സെല്ല് ചെയ്യുന്നു. ഒരു വലിയ $millions ഡീലിന് അദ്ദേഹം സെല്ല് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ആ സമയമാകുമ്പോൾ അദ്ദേഹം ഏതാണ്ട് 63 വയസ്സായിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 1930 അദ്ദേഹം മരണപ്പെടുകയാണ്. ഈ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം തൻ്റെ മകനായ കിച്ചിറോ ടൊയോഡയ്ക്ക് ഈ പേറ്റൻറ്റ് വിറ്റ് കിട്ടിയ ധനം മുഴുക്കെ കൊടുക്കുന്നു. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, ആദ്യമായിട്ട് നീ ജപ്പാനിലെ കാർ നമ്മുടെ കമ്പനി ആയിരിക്കും ഇറക്കേണ്ടത്, നീ വേണം അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഈ ധനം പിന്നെ മകന് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനെ പോലെ തന്നെ പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ അറിയാനും ഒക്കെ താല്പര്യമുള്ള ആളായിരുന്നു കിച്ചിറോയ്. അപ്പോൾ കിച്ചിറോ ഉടനെ തന്നെ കാശ് കിട്ടിയ ഉടനെ യൂറോപ്പിലും UK-യിലും ഒക്കെ പോയി നോക്കി അവിടുത്തെ കാറുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി അവിടുത്തെ കാറുകൾ എക്സ്പെൻസീവാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് വലുതാണ്, ഒട്ടും എഫിഷ്യൻ്റ് അല്ല, ഒരുപാട് ഗ്യാസ് വേണം, പെട്രോൾ വേണം റൺ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കിച്ചിറോ തിരിച്ചു വന്നു തൻ്റെ എൻജിൻ, തൻ്റെ ടൊയോഡയിലെ ആദ്യം കാറിന് വേണ്ട എൻജിനാണല്ലോ, ആ എൻജിൻ ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ 1935 മോഡൽ A എൻജിൻ എന്ന് പറയുന്ന ആദ്യത്തെ എൻജിൻ ടൊയോഡ ലൂം വർക്ക്സ് ഇറക്കുന്നു. തുടർന്ന് അദ്ദേഹം ടൈപ്പ്
എന്ന് പറയുന്ന ഒരു കാർ ഇറക്കുന്നു. അപ്പോൾ അത് വളരെ പെട്ടെന്ന് പോപ്പുലറായി, ആൾക്കാർ കാറൊക്കെ വാങ്ങാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു, കമ്പനി പ്രോസ്പർ ആകുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ടൊയോഡ എന്ന് പറയുമ്പോൾ ശരിക്കും ടൊയോഡ എന്നാണ് പേര്, പക്ഷേ ജാപ്പനീസിൽ ടൊയോഡ എന്ന് എഴുതുന്നതിനേക്കാളും എളുപ്പമാണ് ടൊയോട്ട എന്ന് എഴുതാൻ. കുറച്ച് ബ്രഷ് സ്ട്രോക്സ് മതി. അതുകൊണ്ട് കീച്ചിറോ തൻ്റെ കമ്പനിയുടെ പേര് ടൊയോട്ട എന്നാക്കുന്നു. അതാണ് ശരിക്കും ടൊയോഡയിൽ നിന്നും ടൊയോട്ടയായിട്ട് മാറാനുള്ള കാരണം. അപ്പോൾ കാറുകൾ വിറ്റ് പോകുന്നു, കമ്പനി ഒരു ഭയങ്കര പോപ്പുലറായി മാറുന്നു, ജപ്പാനിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളൊന്നായി മാറുന്നു. അങ്ങനെ ഇരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആദ്യമൊക്കെ കമ്പനിക്ക് വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു. കാര്യം അവർ ജാപ്പനീസ് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് വാഹനങ്ങൾ ഉണ്ടാക്കുന്നു, വളരെ പെട്ടെന്ന് പിന്നെ വാഹനം ട്രക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പം വേറെ മാർക്കറ്റുകളിലൊന്നും അവർ കാറൊന്നും ആ സമയത്ത് ഇറക്കിയിട്ടില്ല. പക്ഷേ യുദ്ധത്തിൻ്റെ അവസാന സ്റ്റേജുകളിൽ എത്തിയപ്പോഴത്തേക്കും അത് കമ്പനിക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. കാര്യം ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. വലിയ നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വീഴുന്നു. ജപ്പാൻ ആകെ നിലംപരിശാകുന്ന ഒരു സാഹചര്യം. അങ്ങനെ കമ്പനി മൊത്തം തളർന്നു പോകും, അടച്ചു പൂട്ടേണ്ടി വരും എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തുന്നു. ആ സിറ്റുവേഷനിലൊക്കെയാണ് ശരിക്കും ജാപ്പനീസ് വേ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ടൊയോട്ടയുടെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും തങ്ങളുടെ ശമ്പളം നേർപകുതിയായി വെട്ടിക്കുറയ്ക്കുന്നു. ചിലർ റിസൈൻ ചെയ്യുന്നു ആ കമ്പനിയെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട് എന്നുവെച്ചാൽ എംപ്ലോയീസിനെ ആരെയും ഫയർ ചെയ്യാതെ, കാരണം എംപ്ലോയീസ് ഓൾറെഡി ഒരു കഷ്ടതയുള്ള ഒരു സ്റ്റേജിലാണ്. അപ്പോൾ തൊഴിലാളികളെ ആരെയും ഫയർ ചെയ്യേണ്ട, ഞങ്ങൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറി നിൽക്കാം എന്നുള്ള രീതിയിൽ ഒരു വലിയ മോട്ടിവേഷണൽ മെസ്സേജ് ടൊയോട്ടയുടെ ലീഡർഷിപ്പ് കൊടുക്കുന്നു. ഇത് കാണുന്ന തൊഴിലാളികൾക്ക് ഭയങ്കര സന്തോഷം. കാര്യം ആരെയും ഫയർ ചെയ്യുന്നില്ല, അവർ സ്വന്തമായി 50% പേ കട്ട്, ശമ്പളം കുറയ്ക്കുന്നു 50%. അവരാദ്യം കഠിനമായി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും കമ്പനി പച്ച പിടിച്ചൊക്കെ വരും. പക്ഷേ അങ്ങനെ പച്ച പിടിച്ച് വരുന്നുണ്ടെങ്കിലും ഒരു സാങ്കേതിക പ്രശ്നമെന്ന് പറഞ്ഞാൽ ജപ്പാനിൽ 3/4 ഭാഗത്തും അപ്പോൾ റെനോവേഷൻ വർക്കും ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ബാക്കി പത്രങ്ങളായ നഗരങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ വലിയ ഓർഡറുകൾ കിട്ടാതെ ഈ കമ്പനി മുന്നോട്ട് പോവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അങ്ങനെയാണ് 1950 കീച്ചിറോ ടൊയോഡ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യുന്നു. പക്ഷേ ആ റിസൈൻ വലിയ ആഘാതം കമ്പനിക്ക് ഉണ്ടാക്കിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഒരു നല്ല ന്യൂസ് കമ്പനിയെ തേടിയെത്തി. കൊറിയൻ യുദ്ധമായിരുന്നു അത്. കൊറിയൻ യുദ്ധത്തിൽ അമേരിക്കൻ പട്ടാളം രംഗത്തിറങ്ങുന്നു. ആ അമേരിക്കൻ പട്ടാളം തങ്ങൾക്ക് വേണ്ട മിലിറ്ററി വാഹനങ്ങളുടെ എല്ലാം ഓർഡർ ടൊയോഡയ്ക്ക് കൊടുക്കുന്നു. കാര്യം ജപ്പാനാണ്, പെട്ടെന്ന് കിട്ടും, ട്രാൻസ്ഫർ ചെയ്യാൻ കൊറിയൻ പെനിൻസുലയിലോട്ട് വരാനായിട്ട് എളുപ്പമാണ്. കമ്പനി വീണ്ടും ഉണരുന്നു. അങ്ങനെ അമേരിക്കൻ ആർമിക്ക് മിലിറ്ററി ടാങ്കും മറ്റുമൊക്കെ കമ്പനി സപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ റിലയബിലിറ്റി, അവരുടെ പെർഫോമൻസ് ഭയങ്കര ചർച്ചാവിഷയമാവുന്നു ആർമിക്കിടയിലല്ല. ഇത് കൊള്ളാലോ, ഇത് നമ്മൾ അമേരിക്കൻ കാറുകൾ ഉപയോഗിച്ച പോലെയല്ല, ഇത് ഭയങ്കര കോൺക്രീറ്റ് ടാങ്ക് പോലെ ബിൽഡ് ചെയ്തൊക്കെയാണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അമേരിക്കൻ ആർമിക്ക് ഇഷ്ടപ്പെടുന്നു. അത് സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ ചർച്ചാ വിഷയമാകുന്നു. അങ്ങനെ അമേരിക്ക ഒരു പോസിബിൾ മാർക്കറ്റായി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പിന്നെ ടൊയോട്ട കമ്പനി തീരുമാനിക്കുന്നു. അങ്ങനെ മാർക്കറ്റ് പഠിക്കണമല്ലോ. അപ്പോൾ മാർക്കറ്റ് പഠിക്കാനായിട്ട് പല എക്സിക്യൂട്ടീവ്സിനെയും അവർ അമേരിക്കയിലോട്ട് അയക്കുന്നു. എന്താണ് അവിടുത്തെ സിസ്റ്റം എന്നൊക്കെ മനസ്സിലാകുന്നു. അക്കൂട്ടത്തിൽ പ്രമുഖനായിരുന്നു ടിജി ഒഹ്നോ. അപ്പോൾ ടിജി ഒഹ്നോ അമേരിക്കയിൽ വരികയും അദ്ദേഹം അമേരിക്കയിലെ കാർ മാർക്കറ്റുകളും മറ്റുമൊക്കെ കുറിച്ചൊക്കെ പഠിക്കുന്നു. കാറുകൾ എത്ര എക്സ്പെൻസീവ് ആണെന്ന് മനസ്സിലാക്കുന്നു, തന്നെ പ്രൈസ് നിലവാരമല്ല. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ലെസൺ കിട്ടിയത് കാറുകളിൽ നിന്നല്ലായിരുന്നു. അദ്ദേഹം അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ എത്തി. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ എത്തിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഒരു പുൾ റീസ്റ്റോക്കിംഗ് മെക്കാനിസമാണ് ഉപയോഗിച്ചിരുന്നത്, പുഷ് റീസ്റ്റോക്കിംഗ് മെക്കാനിസം അല്ല. അതെന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റുകളിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വാട്ടർ ബോട്ടിൽ, ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളം, 1000 വാട്ടർ ബോട്ടിൽ അവിടെ ഉണ്ട്. 1000 വാട്ടർ ബോട്ടിൽ തീർന്നതിന് ശേഷം മാത്രമേ സൂപ്പർ മാർക്കറ്റ് അടുത്ത 1000 ബോട്ടിലിനുള്ള ഓർഡർ കൊടുക്കത്തുള്ളൂ. അല്ലാണ്ട് അവർ 1000 ബോട്ടിൽ ഇന്ന ദിവസം തീരുമോ, ഞങ്ങൾ 2000 ബോട്ടിൽ സ്റ്റോക്ക് എടുത്ത് വെച്ചേക്കാം, അങ്ങനെ ഒരു സംവിധാനം അന്ന് സൂപ്പർ മാർക്കറ്റുകൾ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒക്നോയ്ക്ക് ഒരു വലിയ ലെസണായിരുന്നു. അദ്ദേഹം ഈ ലെസൺ ടൊയോട്ടയുടെ മാനുഫാക്ചറിങ്ങിൽ അതുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്തു. കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ മാത്രം കാറുകൾ ഉണ്ടാക്കുക. പക്ഷേ അങ്ങനെ കാറുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. സ്പെയർ പാർട്സും ഇത് പല കമ്പനികൾ പല സ്ഥലത്തുനിന്നും വന്നാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സ്പെയർ പാർട്സ്
ഒരു പ്രത്യേക രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക. സോ ദാറ്റ് കസ്റ്റമേഴ്സിന് ഡിലേ ഇല്ലാതെ തന്നെ കാർ ഉണ്ടാക്കാൻ പറ്റും, കാർ ഉണ്ടാക്കി ഡെലിവറി ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ ഒരുപാട് കാറുകൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യവുമില്ല. ഇന്നും ടൊയോട്ട ഫോളോ ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് പ്രിൻസിപ്പിളുകളിൽ ഒന്നാണ്. അങ്ങനെ 1952 കീച്ചിറോ കാലം ചെയ്യുന്നു. ഒരു ടൊയോട്ടയെ ഒരു സാധാരണ തുണിമിൽ കമ്പനിയിൽ നിന്നും തൻ്റെ അച്ഛൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് സ്വന്തമായി കാറുണ്ടാക്കി ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനിയായി കീച്ചിറോ അതിനുള്ളിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ശരിക്കും പറഞ്ഞാൽ ടൊയോട്ടയുടെ ഒരു സുവർണ്ണ യുഗം തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് പ്രോസസ്സ് എന്നുള്ള നിലയിലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സക്കീജിയുടെ കഥയിൽ തന്നെ സക്കീജിയുടെ ഒരു വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. അതായത് ഞാൻ ആദ്യം ഒരു കൈത്തറി മെഷീൻ ഉണ്ടാക്കി, ഓക്കെ ഇത് ഞാൻ ഉണ്ടാക്കി, ഇതിൽ നിന്നും ബെറ്റർ ആയിട്ടൊരെണ്ണം എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിൽ നിന്നും ബെറ്റർ ആയിട്ടൊരെണ്ണം എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ ഒരു അപ്രോച്ചിലാണ് സക്കീജി ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയായിരുന്നു ടൊയോട്ടയുടെ നിർമ്മാണത്തിൻ്റെ മറ്റൊരു രഹസ്യം. ഒരു കാർ ഇറക്കി കഴിഞ്ഞാൽ ഈ കാറിൽ നിന്നും ബെറ്ററായിട്ട് നമുക്ക് എങ്ങനെ വേറൊരു കാർ ഉണ്ടാക്കാം, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സായിരുന്നു. ഇന്ന് നമ്മൾ ഐ ടിയിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാർക്ക് അറിയായിരിക്കും അജൈൽ എന്ന് പറയുന്നത്. ആ അജൈൽ എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് മോഡൽ വന്നത് ടൊയോട്ടയിൽ നിന്നാണ്. ടൊയോട്ടയിൽ അത് പറയുന്നത് കൈസൻ എന്നാണ്, KAIZEN എന്നുള്ള കൈസൻ, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. അത് നമ്മൾ ഫുൾ ചെയ്ത് തീർത്തൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുക, അതിനെന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി നെക്സ്റ്റ് ഐട്രേഷൻ ഡെലിവറി ചെയ്യുക. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സ് അത് വന്നത് ശരിക്കും ടൊയോട്ടയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞല്ലോ ടിജി ഒഹ്നോ വന്നു, അമേരിക്കൻ മാർക്കറ്റ് പഠിച്ചു. 1960 ടൊയോട്ട ക്രൗൺ എന്ന കാറ് ആദ്യമായിട്ട് അമേരിക്കയിൽ ലോഞ്ച് ചെയ്യുവാണ്. അപ്പോൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അമേരിക്കക്കാരാകെ പരിഹസിച്ച് തള്ളുകയാണ് ടൊയോട്ട. ഇതെന്തൊരു കാറാണ്, ഈ ഇത്ര ചെറിയ കാർ ഇതാക്ക് വേണം, ഇതിനകത്ത് സ്ഥലമില്ല, ഇത് ഒരു കാശിനും കൊള്ളത്തില്ല, അത്ര വലിയ കാറൊന്നുമില്ല. അപ്പോൾ അതുവരെ ഷെവി പിന്നെ GM അവരുടെ കാറുകളൊക്കെയാണ്. അവരുടെ കാറുകളെന്ന് പറഞ്ഞാൽ വലിയ റിലയബിലിറ്റി ഉള്ള കാറുകളൊന്നുമല്ല. അന്ന് ആ കാലഘട്ടത്തിൽ ഒരു അമേരിക്കൻ വീടുകളിലെ ഒരു സാധാരണ ഗൃഹനാഥൻ്റെ ഒരു ജോബ് എന്താണെന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെ അദ്ദേഹം ജോലി ചെയ്യും, ശനിയാഴ്ച ഞായറാഴ്ച അദ്ദേഹം കാറിൽ ജോലി ചെയ്യും, അല്ലെങ്കിൽ കാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അവിടെ വർക്ക്ഷോപ്പിൽ അവരോട് സംസാരിച്ചിരിക്കും. ഇതായിരുന്നു ശരിക്കുള്ള ഒരു ജനറിക് ലൈഫ് സ്റ്റൈൽ. കാരണം അത്രമാത്രം ക്വാളിറ്റി കുറഞ്ഞ കാറുകളായിരുന്നു ആ ടൈമിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അതിനിടയിലാണ് 1960 ടൊയോട്ട ക്രൗൺ എന്ന് പറയുന്ന കാറ് ടൊയോട്ട ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ക്രൗൺ അത്യാവശ്യം തരക്കേടില്ലാതെയൊക്കെ സെല്ലായി പോകുന്നുള്ളൂ. പക്ഷേ വലിയ അഭിപ്രായമൊന്നുമില്ല. അമേരിക്കൻ കാറുകൾ തന്നെയാണ് അപ്പോഴും കിടിലം. എന്നാൽ 1968 ടൊയോട്ട ഒരു കാർ ഇറക്കി. ആ കാറാണ് ടൊയോട്ടോ കൊറോള. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ വാഹന വിപണിയിൽ അല്ലെങ്കിൽ ലോക വാഹന വിപണിയിൽ വിപ്ലവം തീർത്ത ഒരു കാറായിരുന്നു ടൊയോട്ടോ കൊറോള. പല കാരണങ്ങൾ കൊണ്ടും, അതിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എല്ലാം കൊണ്ടും. 1970 ഒരു ഓയിൽ എംബാർഗോ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ അമേരിക്കയെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്രോൾ പ്രൈസുകളുടെ വില ക്രമാതീതമായി കൂടി. ഒരു പ്രത്യേക കഥയാണ്, ഞാൻ ആ കഥയിലോട്ട് പോകുന്നില്ല. ക്രമാതീതമായി കൂടി. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് കൂടുതൽ മൈലേജ് കിട്ടുന്ന കാർ ഏതുണ്ട്, കൂടുതൽ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കൂടുതൽ പണിയൊന്നും ഇല്ലാത്ത കാർ ഏതുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാറുകളെക്കുറിച്ച് അന്വേഷിച്ചു. സ്വാഭാവികമായിട്ടും പതുക്കെ ഒരു വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് ടൊയോട്ടോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൊക്കെ മുന്നോട്ട് വരുന്നു. കൊറോള ഒരു വമ്പൻ ഹിറ്റായി മാറുന്നു അമേരിക്കൻ മാർക്കറ്റ്. അങ്ങനെ ഇരിക്കെ 1970 വരെ ശരിക്കും പറഞ്ഞാൽ ടൊയോട്ടയുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണ്, അവരുടെ ഈ കൈസൻ ഇതൊന്നും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലായിരുന്നു. 70 കഴിഞ്ഞപ്പോഴാണ് ഈ ഭയങ്കര പെട്ടെന്ന് ടൊയോട്ട കാറുകൾ പോപ്പുലർ ആയപ്പോൾ പെട്ടെന്ന് തന്നെ മറ്റു കാർ കമ്പനിക്കാരും മാർക്കറ്റും എല്ലാം ഒരു സെർച്ച് നടത്താൻ തുടങ്ങി. എന്താണ് ഇവരുടെ കാറുകൾ ഇത്ര നല്ല ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്ത്, എന്താണ് ഇവരുടെ ബാക്കിലുള്ള എൻജിനീയറിങ് മികവ് എന്നൊക്കെയുള്ള വലിയ സെർച്ച് പ്രോസസ്സും മറ്റുമൊക്കെ പോയി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ടൊയോട്ട ഡോക്യുമെൻ്റ് ചെയ്ത് അത് ലോകത്തിന് സംഭാവന ചെയ്താൽ. അതുവരെ അവർ ഡോക്യുമെൻ്റ് ചെയ്യാത്ത റീസൺ അവർ വെച്ച് ഇതെല്ലാം കോമൺ സെൻസ് കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതില്ല, എന്തുകൊണ്ട് എല്ലാവരും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ടൊയോട്ടയുടെ ലീഡർഷിപ്പ് ചിന്തിച്ചിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞാണ് ഡോക്യുമെൻ്റ് ചെയ്യുന്നതും പിന്നീട് ബാക്കിയുള്ള കാറുകൾ കമ്പനികളൊക്കെ അഡോപ്റ്റ് ചെയ്തതും. പക്ഷേ ടൊയോട്ടയുടെ അത്രയും സക്സസ് ഇന്നും ഈ പ്രോസസ്സുകൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കാർ കമ്പനിക്കും കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അത് അവരുടെ ആ ഒരു പ്രോസസ്സ് മാത്രമല്ല, ഇഷ്ടംപോലെ
ടൊയോട്ട പില്ലേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ TPS എന്നാണ് പറയുന്നത്. പില്ലേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഒന്നായിരുന്നു ഈ ജസ്റ്റ് ഇൻ ടൈം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ളപ്പോൾ മാത്രം കാർ ഉണ്ടാക്കുക, അനാവശ്യമായി നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കാറുകൾ ഉണ്ടാക്കി ഷോറൂം ലോട്ടുകൾ നിറയ്ക്കാതിരിക്കുക, ഒരു വേസ്റ്റേജ് ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അതായിരുന്നു ഒന്ന്. രണ്ടാമതായിരുന്നു ജിഡോക്ക എന്ന് പറയുന്നത്. ജിഡോക്ക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ വിത്ത് എ ഹ്യൂമൻ ടച്ച് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യണം, പക്ഷേ ഒരു ഹ്യൂമൻ ടച്ച് വേണം. ഇപ്പോൾ ഒരു അസംബ്ലി ലൈനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെഷീൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരു ഹ്യൂമൻ വന്ന് നോക്കിയിട്ട് അതൊന്ന് റെക്ടിഫൈ ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. അല്ലാണ്ട് ആ ഒരു ഇഷ്യൂ ഉള്ളത് വീണ്ടും പ്രൊസീഡ് ചെയ്ത് ഡിഫക്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാതിരിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു. പിന്നെ വേറെന്നുള്ളത് ഗെൻബിറ്റ്സോ എന്നുള്ളതാണ്. പ്രൊണൗൺസിയേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് സീ യുവർ സെൽഫ് എന്നാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നിങ്ങൾ പോയി നോക്ക്, എന്താ ശരിക്കും ഇഷ്യൂ എന്ന് പോയി നോക്ക്. അല്ലാണ്ട് AC റൂമിൽ നിന്ന് പേപ്പറുകൾ നോക്കി റിപ്പോർട്ടുകൾ പഠിച്ച് ചെയ്യാതെ ഫാക്ടറി ഫ്ലോറിലേക്ക് ഇറങ്ങുക. അപ്പോൾ ടൊയോട്ടയുടെ ലീഡർഷിപ്പിൽ ഏറ്റവും മുകളിലുള്ള ആൾക്കാർ പോലും, CEO ലെവലിലുള്ള ആൾക്കാർ പോലും പലപ്പോഴും ഫാക്ടറി ഫ്ലോറുകളിൽ നിന്നും കാറുകളെ സെർച്ച് ചെയ്യുകയും നോക്കുകയും എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ടൊയോട്ടയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇഷ്യൂസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ടൊയോട്ട മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരുപാട് മാനുഫാക്ചറിങ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തതിലൂടെയാണ് ഈ ടൊയോട്ട ഇത്ര വലിയ ഒരു മാർക്കറ്റ് സൈസ് ക്യാപ്ചർ ചെയ്യുന്നതും ഹ്യൂജ്ലി പോപ്പുലർ ആവുന്നതും. ഈ ഒരു 70കൾ തുടങ്ങി ഇങ്ങോട്ട് കൊറോളോ, ക്യാംറിയൊക്കെ തുടങ്ങിയ കാറുകൾ ഇറക്കി പിന്നീടൊരു വലിയ എന്താ പറയുക, ഒരു വിജയത്തിൻ്റെ നീണ്ട രഥയാത്ര തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കാനും ടൊയോട്ടയ്ക്ക് തോന്നുന്നത് നമ്മളെ പാസഞ്ചർ കാറുകളെല്ലാം പെർഫെക്റ്റാണ്, നല്ല മാർക്കറ്റുണ്ട്, പക്ഷേ ഒരു ലക്ഷറി ബ്രാൻഡ് വേണം. മെഴ്സിഡീസ് ബെൻസും ഓഡിയോ ഒക്കെ കമ്പീറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റിലേക്ക് വയ്ക്കാനായി നമുക്കൊരു ലക്ഷറി ബ്രാൻഡ് വേണം എന്നുള്ള രീതിയിൽ കമ്പനിയുടെ ലീഡർഷിപ്പ് ഉടനെ തന്നെ ഒരുമിച്ച് വരുന്നു. അവരൊരു പുതിയ സീക്രട്ട് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. F1 എന്നാണ് ആ സീക്രട്ട് പ്രോജക്റ്റിന് പേരിടുന്നത്. മെഴ്സിഡീസ് ബെൻസ് തുടങ്ങി അന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന ലീഡിങ് ലക്ഷറി കാറുകൾ അവർ വാങ്ങുന്നു, കംപ്ലീറ്റ് അടിച്ചു പണിയുന്നു. ഓരോ മുക്കും മൂലയും ആണിയും സ്ക്രൂ ഡ്രൈവറും വരെ അവർ സകലതും അടിച്ചു പണിഞ്ഞിട്ട് ഓരോന്നും എങ്ങനെ ബെറ്റർ ആക്കാം, ഇത് ഈ ഡിസൈൻ എന്തെങ്കിലും ഫ്ലോ ഉണ്ടോ, ഇതെങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് അതിൻ്റെ അത് കൊണ്ടുവരുന്നു. അങ്ങനെ 1989 ടൊയോട്ടയുടെ ആഡംബര ബ്രാൻഡായ ലെക്സസ് കാറുകൾ മാർക്കറ്റിലെത്തും. ലെക്സസ് കാറുകൾ മാർക്കറ്റിലെത്തിയപ്പോൾ മെഴ്സിഡീസ് ബെൻസും ഓഡിയും പോലും അതിശയിച്ചു പോയി. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു പോളിസി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഓക്കെ ഞങ്ങളുടെ കാറെല്ലാം ഭയങ്കര ലക്ഷറിയാണ്, ഭയങ്കര കിടിലൻ കാറുകളാണ്, പക്ഷേ റിലയബിലിറ്റി കുറച്ച് ഇഷ്യൂസാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ലെക്സസ് വന്നപ്പോൾ റിലയബിലിറ്റിയും ഓൺ ടോപ്പ്, ലക്ഷറി ഓൺ ടോപ്പ്, മെഴ്സിഡീസ് ബെൻസും ഓഡിയൊക്കെ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യം അവരുടെ സിംഹാസനത്തിന് ഇളക്കം തട്ടുന്ന രീതിയിലുള്ള വെഹിക്കിൾസ് ആയിരുന്നു ടൊയോട്ട പിന്നീട് അങ്ങോട്ട് ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് ട്രക്കുകൾ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. പാസഞ്ചർ സാധാരണ ഒരു ഹ്യൂജ് ട്രക്കല്ല, ടണ്ട്ര പോലത്തെ, ഹെലിഫാക്സ് പോലത്തെ ട്രക്കുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ടൊയോട്ട ലെക്സസിൻ്റെ വാഹനങ്ങൾ വരാൻ തുടങ്ങി. ടൊയോട്ടയുടെ ബ്രാൻഡിൽ തന്നെ ഒരുപാട് വാഹനങ്ങൾ RAV4 വരാൻ തുടങ്ങി. നമ്മുടെ കിജാങ് എന്ന് പറയുന്ന വാഹനം നമ്മുടെ നാട്ടിൽ കോളീസായി ഇറങ്ങി. അങ്ങനെ വലിയ ഹിറ്റ് വാഹനങ്ങൾ ഇറക്കുന്നതിൽ, മാർക്കറ്റ് പഠിച്ചിട്ട് ഹിറ്റ് വാഹനങ്ങൾ ഇറക്കുന്നതിൽ ടൊയോട്ട ഒരു ഭയങ്കര എക്സാമ്പിളായിരുന്നു. കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു, കോളീസ് എന്ന് പറയുന്ന വാഹനം ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ ഒരു കാറില്ല. എന്നാൽ ഇന്ത്യൻ ഫാമിലീസ് എല്ലാം 5-6 പേര് ഉള്ള വലിയ വലിയ ഫാമിലീസാണ്. പക്ഷേ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു വാഹനമില്ല. വളരെ നീറ്റായിട്ട് കോളീസ് ഇറങ്ങുന്നു, ടൊയോട്ട മാർക്കറ്റ് പഠിക്കുന്നു. ഓക്കെ, വലിയ പവറൊന്നും വേണ്ട, എന്നാൽ നല്ല റിലയബിലിറ്റി ഉള്ള എൻജിൻ, അതാണ് ഇന്ത്യക്കാർ നോക്കുന്നത്. നല്ല ഡ്രൈവിംഗ് കംഫർട്ടായിരിക്കണം, നല്ല ട്രാവൽ കംഫർട്ടായിരിക്കണം. ഓക്കെ, അവർ പിന്നെ കോളീസ് ഇറക്കുന്നു. ആ കോളീസ് ഇറക്കി ഇന്ത്യക്കാർ അതിനോടൊന്ന് യൂസ്ഡായി വരുന്നു. ഓക്കെ, ഇങ്ങനൊരു വാഹനമുണ്ട്, നമുക്ക് വലിയ വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കും ഇതുവരെയൊക്കെ തോന്നുന്നു. അപ്പോൾ അതുവരെയൊക്കെ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ടാറ്റ സഫാരിയും പിന്നെ ടാറ്റ എസ്റ്റേറ്റും ഒക്കെ ആയിരുന്നു ഒരു മൾട്ടി പാസഞ്ചർ വാഹനങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്നത്. പക്ഷേ അവരെക്കാളുമൊക്കെ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന പെർഫോമൻസും മറ്റുമൊക്കെ ആയിരുന്നു കോളീസ് പോലത്തെ വാഹനങ്ങൾ. ടൊയോട്ട കോളീസ് വന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് യൂസ്ഡ് ആയപ്പോൾ, എനിക്ക് 2001 തോന്നുന്നു കോളീസിൻ്റെ വാഹനം നിർത്തി. ഇന്നും 24 വർഷങ്ങൾക്ക് ശേഷം കോളീസ് വളരെ പോപ്പുലറായി കാണുന്നൊരു വാഹനമാണ്. പിന്നീട് ഒരു ഇന്നോവ കൊണ്ടുവരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ സെഗ്മെൻറ്റ് കിങ് ആയി വാഴുന്ന ഒരു കാറാണ് ഇന്നോവ. അത് ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിനെ വളരെ ഡീറ്റെയിലായി പഠിക്കുക, ആ മാർക്കറ്റിന് എന്താണ് വേണ്ടതെന്ന് പഠിക്കുക.
ഓക്കെ ട്രാവൽ കംഫർട്ടാണോ വേണ്ടത്, ഓക്കെ അത് കൊടുക്കുക. പിന്നെ മൾട്ടി പാസഞ്ചർ കാറുകളാണോ വേണ്ടത്, അത് കൊടുക്കുക. അങ്ങനെ ഏറ്റവും നല്ല കംഫർട്ടായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. പക്ഷേ അതിനോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാറുകളിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു സ്പെസിഫിക് നോഷനും കൂടെ ടൊയോട്ട കീപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ടൊയോട്ടയുടെ ഇൻറ്റീരിയറൊക്കെ നമുക്ക് കുറച്ച് വീക്കായിട്ട് തോന്നാനുള്ള റീസൺ അതാണ്. കാര്യം ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ടൊയോട്ട അവരുടെ കാറിൽ വയ്ക്കാറില്ല. ഓക്കെ, ഇതുകൊണ്ട് എന്ത് പർപ്പസ് സെർവ് ചെയ്യുന്നു, നമ്മൾ എന്ത് പ്രോബ്ലമാണ് ഈ ഫീച്ചർ കൊണ്ട് സോൾവ് ചെയ്യുന്നത്, ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പാസഞ്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ആഡഡ് കംഫർട്ടാണ് ഇതുകൊണ്ട് കൊടുക്കുന്നത്, അത് വെർത്താണോ അതിൻ്റെ എഞ്ചിനീയറിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ ഒരുപാട് തോട്ട് ഉണ്ടായിട്ടാണ് ഇവർ കാറുകൾ നിർമ്മിക്കുന്നതും അത് മാർക്കറ്റ് ചെയ്യുന്നതും. അതാണ് അവരുടെ സക്സസിൻ്റെ ഒരു വലിയ രഹസ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മാനുഫാക്ചറിങ് പ്രിൻസിപ്പിൾസ്, ജിഡോക്ക, ജസ്റ്റ് ഇൻ ടൈം, ഗെൻബുട്സു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നീട് ഈ 90കളുടെ അവസാനമാണ് വീണ്ടും ടൊയോട്ട ലോകത്തിനെ ഞെട്ടിപ്പിച്ചത്. പ്രയസ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് കാർ. അതുവരെ നമ്മൾ അങ്ങനെ ഒരു കാറ് ലോകം കണ്ടിട്ടില്ല. എന്നൊക്കെ ഹൈബ്രിഡിനെ പറ്റി അവിടെ എവിടെയൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഹൈബ്രിഡ് കാറ് അതുവരെ വന്നിട്ടില്ല. ടൊയോട്ട പ്രയസ് അങ്ങോട്ട് ഇറങ്ങുന്നു, മാർക്കറ്റ് മൊത്തം തൂത്തുവായിരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അന്ന് ആദ്യം ആ കാറുകൾ സെല്ല് ചെയ്യുമ്പോൾ, ടൊയോട്ട പ്രയസ് കാറുകൾ സെല്ല് ചെയ്യുമ്പോൾ ടൊയോട്ടയ്ക്ക് ശരിക്കും ഓരോ കാർ സെല്ല് ചെയ്യുമ്പോഴും നഷ്ടമായിരുന്നു. പക്ഷേ അവരത് കെയർ ചെയ്തില്ല. അവരൊരു ഫ്യൂച്ചറിലേക്ക്, ഓക്കെ ഒരു 10 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷനോടുകൂടി പിന്നെ നോക്കാൻ തുടങ്ങി. ഇപ്പോൾ പ്രയസ് കാറുകളൊക്കെ മിനിമം ഓടുന്നത് 3 ലക്ഷം കിലോമീറ്ററും 4 ലക്ഷം കിലോമീറ്ററും ഒക്കെയാണ്. അപ്പോൾ അത്ര നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാറുകൾ അവർ മാർക്കറ്റിൽ കൊണ്ടുവന്നു. ഇന്ന് ലോകം എല്ലാ കമ്പനികളും ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുകയും അതിന് പുറകെ പോകുമ്പോഴും ടൊയോട്ട കുറച്ച് ഇലക്ട്രിക് കാറുകളിൽ നിന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവർ ഹൈഡ്രജൻ കാറുകളെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നു. ഹൈഡ്രജൻ സെൽസിന്, ഹൈഡ്രജൻ എനർജി ടെക്നോളജിക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ പേറ്റൻറ്റ്സ് എല്ലാം തന്നെ അവർ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി കമ്പനികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട്. വളരെ ശക്തമായ രീതിയിൽ ഹൈഡ്രജൻ ഫ്യൂവലിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൊയോട്ടയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലോകം ഏത് രീതിയിൽ ടേൺ ആവും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇലക്ട്രിക് ആണോ, ഹൈഡ്രജൻ ആണോ, വേറെ ഏതെങ്കിലും ഫ്യൂവലിന് ഉണ്ടാകും എന്നുള്ള രീതിയിൽ അറിയാൻ സാധിക്കില്ല. പക്ഷേ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ടൊയോട്ട പല സിറ്റുവേഷൻസിലും അവരുടെ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്, ഓരോ കാറുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2010 വീണ്ടും ടൊയോട്ട ഒരു വലിയ ഇഷ്യൂ സ്ട്രൈക്ക് ചെയ്തു. അവരുടെ ഒരു കാറുകളിലുള്ള ആക്സിലേറ്റർ പ്രോബ്ലം, മില്യൺസ് ഓഫ് കാർസ് തിരിച്ച് റീകോൾ ചെയ്തു. അന്ന് US കോൺഗ്രസ്സിന് മുന്നിൽ അക്കിയോ ടൊയോഡ എന്ന് പറയുന്ന ടൊയോട്ടയുടെ ഹെഡ് അദ്ദേഹം പറഞ്ഞത്, ഓരോ കാറിലും ഉള്ളത് എൻ്റെ പേരാണ്, ആ പേര് സംരക്ഷിക്കാനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലീഡർഷിപ്പിന് ഒട്ടായ ഒരു ജാപ്പനീസ് ഓണർ, ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഇതുണ്ട്, അവരുടെ എംപ്ലോയീസിനുണ്ട്. അതെല്ലാമാണ് ടൊയോട്ടയെ ലോകത്തിൽ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായി മാറ്റുന്നത്. പല സാഹചര്യത്തിലും ഫോക്സ് വാഗൺ, പിന്നെ ഷെവി, GM തുടങ്ങിയ കാർ മേക്കേഴ്സിനെ എല്ലാം വകഞ്ഞു മാറ്റി 1ാം നമ്പർ കാർ മേക്കറായി മാറാനായിട്ട് ടൊയോട്ടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് കാറുകളാണ് ഈ കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ടൊയോട്ട മാർക്കറ്റിൽ ഇറക്കിയത്. അത്രയും ജനപ്രീതിയും അത്രയും ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയും സമ്പാദിക്കുന്ന ഒരു വലിയ ബ്രാൻഡായി മാറിയത്. ഇന്നിപ്പോഴും ടൊയോട്ട ലൂം വർക്ക്സ് ഉണ്ട്, അതിന് യാതൊരു മാറ്റമില്ല. അവരിപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസും അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ് ടൊയോട്ടയുടെ സബ്സിഡറി ഇൻഡസ്ട്രീസ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളിന്ന് അറിയപ്പെടുന്ന കാർ കമ്പനി എന്ന് പറഞ്ഞ ടൊയോട്ട ഉണ്ടായ ചരിത്രം ഇതാണ്. വീണ്ടും ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് നോക്കി നടക്കുകയാണ് ടൊയോട്ട. കാര്യം ജപ്പാനിലെ സാറ്റലൈറ്റ്സിലെ മൂണിന് വേണ്ടിയിട്ടുള്ള റോവേഴ്സ് നിർമ്മിക്കുന്നുണ്ട്. ആ റോവേഴ്സിലുള്ള കമ്പോണൻസ് കൊടുക്കുന്നതും ആ റോവേഴ്സിനെ ഡിസൈൻ ചെയ്യുന്നതിലൊക്കെ ടൊയോട്ട വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജാപ്പനീസ് കമ്പനിയായി തുടങ്ങുന്ന ടൊയോട്ട ഇത്രയും വലിയ സക്സസ് ആയി മാറുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊന്ന് പഠിക്കാനുള്ള തുടങ്ങിയ സഖീജിയുടെ കഥയിൽ നിന്നായാലും പിന്നീട് ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ കഥയിൽ നിന്നായാലും വലിയ വലിയ ലെസൺസ് നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, വാട്ട്സ് അഡീഷണൽ വാല്യൂ ഐ ആം ബ്രിങ്ങിങ് ടു ദ ടേബിൾ, വാട്ട്സ് എ പ്രോബ്ലം ഐ എം സോൾവിങ് ഹിയർ എന്നൊക്കെ ഉള്ള ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനായിട്ട് സാധിക്കും. ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഐഡിയോളജി ഉണ്ട്. ദ റീസൺ ഫോർ ബീയിങ്, വൈ ആം ഹിയർ, ദ റീസൺ ഫോർ ബീയിങ് എന്നുള്ള ഒരു വലിയ തോട്ട് പ്രോസസ്സാണത്. അതിനെപ്പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കും. നമ്മളെ ഉള്ളിൽ ഒരു ഓൺട്രപ്രണർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഇൻവെൻറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ
നമ്മളൊരു പുതിയ പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ടൊയോട്ടയുടെ ലെസൺ തികച്ചും മനഃപ്പാഠമാക്കി ഫോളോ ചെയ്യാവുന്ന ഒന്നാണ്. നമ്മൾ എന്താണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രോബ്ലം, ഇതുകൊണ്ട് ആൾക്കാരുടെ ലൈഫിന് അല്ലെങ്കിൽ ജീവിത നിലവാരത്തിന് എന്തൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്, ഡെയിലി ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിനായാലും നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനായി സാധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ചിന്തകളും അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സും ഒക്കെ നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗംഭീരമായ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ സ്കൂളുകളിൽ പോലും ഞാനിതിൻ്റെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോഴെല്ലാം മനസ്സിലാക്കിയത്, ഇത്തരം കഥകളൊക്കെ നമ്മൾ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാർത്ഥികളെയൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. കുഞ്ഞു കുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ഒരു മകൻ തൻ്റെ അമ്മയുടെ ജോലി ചെയ്യുമ്പോഴുള്ളൊരു വിഷമം കണ്ടിട്ട് തനിക്കറിയാകുന്നുള്ള സ്കില്ലും താൻ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ലോകത്തിനെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു കമ്പനി സൃഷ്ടിക്കുന്നു. അതിൻ്റെ ബേസ് പ്രിൻസിപ്പിൾസ് ഇപ്പോഴും ആ മകനും അമ്മയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് തിങ്സ്, ഹൗ ഐ ആം ബ്രിങ്ങിങ് ടു ദ ടേബിൾ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ടൊയോട്ടയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടൊയോട്ടയെ പറ്റി ഇതുപോലെ അറിയാവുന്ന വിവരങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോയുടെ ഫീഡ്ബാക്ക് കമൻസിലിടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ്, വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കഥ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എന്തായാലും വലിയ താങ്ക്സ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.